ശരിയുത്തരങ്ങൾ. സഹോദരൻ അയ്യപ്പനും മാരഡോണയും പീറ്റർ മാരിസ്ബർഗും തോമസ് ഐസക്കും ജിമ്മി ജോർജും 1:30 രവീന്ദ്രനാഥ് ടാഗോറും അച്ഛനും പാപ്പയും ഹാർട്സും മലാമിക്കളിയും സാംബശിവനും വെള്ളയും 7 എഴുതി 13 ശരിയുത്തരങ്ങൾ. നിവ്യ സിംനേഷ്. നിവ്യ സിംനേഷ് ഇല്ലേ? ഉണ്ട്. അക്മൽ ഫയാസ് എത്തിയിട്ടുണ്ടോ? അക്മൽ ഫയാസ് ഇല്ലെങ്കിൽ ഓക്കെ. 12 വയസ്സായ ഒരു കുട്ടിയായിരുന്നു അക്മൽ ഫയാസ്. അക്മൽ ഫയാസ് എത്തിയിട്ടില്ല, നമ്പറിൽ കിട്ടുകയും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ മടങ്ങിപ്പോയ ടൈ ബ്രേക്കറിൽ 2 പേർക്ക് ഈ വേദിയിൽ ഒരിക്കൽ കൂടി വരാം. അവരിൽ നിന്ന് ഒരാളെ ടൈ ബ്രേക്കറിലൂടെ സെലക്ട് ചെയ്യാം. ഉമർ അലി, യു രാജേഷ്. വരൂ. അല്ല, നിങ്ങൾ തമ്മിൽ തീരുമാനിച്ച് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മത്സരിക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് ടൈ ബ്രേക്കർ വേണ്ട. പെട്ടെന്ന് കൈപൊക്കിക്കോ. ആരാ ഉമർ അലിക്കുള്ള സപ്പോർട്ട്? ആരൊക്കെയാ കൈയടി? നമ്മുടെ രാജേഷിനോ? ശരി, പെട്ടെന്ന് കൈപൊക്കിക്കോ. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയും, അത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വളരെ സിമ്പിളാണ്. ഒരു ചെസ് ബോർഡിലെ സമചതുരങ്ങളുടെ എണ്ണം 64 ആണ്. ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ എ ചെസ് ബോർഡ് ഈസ് 64. ട്രൂ ഓർ ഫാൾസ്? യെസ്, ഫാൾസ്. എത്രയാണ്? 226 അല്ല, 204. 204. അത് തന്നെയാണോ പറയാൻ വന്നത്? ഒരു ചെസ് ബോർഡ് തന്നെ ഒരു സ്ക്വയറാണ്. 4 കളങ്ങൾ മറ്റൊരു സ്ക്വയറാകും, 9 മറ്റൊന്നാകും, 16 മറ്റൊന്നാകും, 25 മറ്റൊന്നാകും, 36 മറ്റൊന്നാകും, 49 മറ്റൊന്നാകും, 64 മറ്റൊന്നാകും. അങ്ങനെ 1 + 4 + 9 + 16 + 25 + 36 + 49 + 64 204 സ്ക്വയേഴ്സ് ആണുള്ളത്. താങ്കൾക്കിരിക്കാം. നമുക്ക് തുടങ്ങാം. ഓഡിയൻസിന് കഴിഞ്ഞ നിറയെ സമ്മാനങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇനി ഈ വേദി അവരുടേതാണ്. ഈ വൈജ്ഞാനിക നക്ഷത്രങ്ങളിൽ നിന്ന് റിയാദ് ജീനിയസ് ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആര് എന്നറിയുവാൻ നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട്. പക്ഷെ സംഗതി ഇനി അവർക്ക് കഷ്ടകാലമാണ്. കാരണം അവരിനി മത്സരത്തിൻ്റെ ആകാംക്ഷയിലാണ്. നമുക്കതില്ല. ആഘോഷത്തിൻ്റെ രാത്രിയിലാണ്. ആടാനും പാടാനും കൈയടിക്കാനും ചോദ്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനും നിങ്ങൾ തയ്യാറാണെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ മത്സരം നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കലാരൂപം, സംഗീതവും നൃത്തവും പോലുള്ളൊരു കലാരൂപമാണ് അറിവ്. മനുഷ്യ ചരിത്രത്തിനെ ഇത്ര കണ്ട് സ്വാധീനിച്ചിട്ടുള്ള, ഇത്ര കണ്ട് വിഭ്രമിപ്പിച്ചിട്ടുള്ള, വിസ്മയിപ്പിച്ചിട്ടുള്ള, ചിലപ്പോഴൊക്കെ വല്ലാതെ കരയിപ്പിച്ചിട്ടുള്ള മറ്റൊരു കലാരൂപമില്ല. അതുകൊണ്ട് തന്നെ റിയാദിൻ്റെ ഈ പരിശുദ്ധമായ രാത്രിയിൽ അറിവിൻ്റെ ഈ ആഘോഷത്തിലേക്ക് നിങ്ങളെ ഞാൻ വരവേൽക്കുമ്പോൾ ഹിയർ വി സ്റ്റാർട്ട്. നിങ്ങളുടെ കൈകൾ പകരുന്ന സംഗീതത്തിൻ്റെ മാധുര്യത്തോടെ റിയാദ് ജീനിയസ് 2024, കേളി റിയാദ് ജീനിയസ് 2024. The grand finale starts. മത്സരാർത്ഥികളെ, എല്ലാവർക്കും മൈക്ക് കിട്ടിയോ? എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ മത്സരാർത്ഥി, അദ്ദേഹം വെളിച്ചത്തിലാവട്ടെ. ശ്രീ രാജേഷ് ആണെന്ന് തോന്നുന്നു. രാജേഷ്. സ്കോറേഴ്സ് രാജേഷിൻ്റെ പേര് എഴുതിക്കൊള്ളൂ. ആദ്യത്തെ മത്സരാർത്ഥി രാജേഷ്. രാജേഷ് എന്തെങ്കിലും പറയൂ, കേൾക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞോ, ഇരുന്നുകൊണ്ട് പറഞ്ഞോ. എൻ്റെ പേര് രാജേഷ്. സ്ഥലം കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ എന്നൊരു ഗ്രാമത്തിലാണ്. കരിവള്ളൂരാണ്. അതെ, സാക്ഷാൽ കരിവള്ളൂർ മുരളിയുടെ നാട്, എവി കുഞ്ഞമ്പു സഖാവിൻ്റെ നാട് അല്ലേ? രാജേഷിന് ആശംസകൾ, അഭിവാദ്യങ്ങൾ. കൈയടിക്കാം നമുക്ക് രാജേഷിന്.
വിഷമമൊന്നും വേണ്ട രാജേഷേ, ലോകം ജയിച്ചവരുടേതല്ല പരാജയപ്പെട്ടവരുടേത് കൂടിയാണ്, എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ മത്സരാർത്ഥി. എൻ്റെ പേര് ഷമൽ രാജ്, ഞാനും കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. എവിടെയാ? കണ്ണൂരിൽ കണ്ണാടിപ്പറമ്പ്. കണ്ണാടിപ്പറമ്പിൽ നിന്നാണ് ഷമൽ രാജ് വരുന്നത്. മൂന്നാമത്തെ മത്സരാർത്ഥി. എൻ്റെ പേര് നിവ്യ, കണ്ണൂരിലെ തലശ്ശേരി. കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നാണ് നിവ്യ വരുന്നത്. തലശ്ശേരിയിലെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു അശ്വമേധം ആവേശകരമായ ഒരു 3 ദിവസങ്ങളുടെ ഓർമ്മ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു ഞാൻ. നാലാമത്തെ മത്സരാർത്ഥി. എൻ്റെ പേര് നിബു വർഗീസ്, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്ന്. തിരുവല്ലയിൽ നിന്നാണ് നിബു വർഗീസ് വരുന്നത്. നെക്സ്റ്റ്. ബഷീർ ഫത്തഹുദ്ദീൻ, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശി. കേട്ടില്ല? കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് സ്വദേശി. ദേശിങ്കനാട്ട് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് നിബു വർഗീസ്. നെക്സ്റ്റ്. നിബു വർഗീസ് അല്ല, ബഷീറാണ് കരുനാഗപ്പള്ളി. ബഷീറാണ്. ശരി. എൻ്റെ പേര് അക്ബർ അലി, ഞാൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. കൊല്ലത്തും പാലക്കാടും പത്തനംതിട്ടയും കണ്ണൂരുമുള്ള 6 മത്സരാർത്ഥികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക, അങ്ങനെ മാത്രം പരിചിതമായ കാര്യങ്ങളാകില്ല ഇനി നടക്കാൻ പോകുന്നത്. എങ്കിലും ആദ്യ റൗണ്ട് നിങ്ങളെ വളരെ കംഫർട്ടബിളായി കൊണ്ടുപോകുന്ന, വളരെ ശാന്തമായ, വലിയ മലരികളും ചുഴികളും ഇല്ലാത്ത ഒരു റൗണ്ടാണ്. അത് ഈ ലോകത്തിലെ അറിവൊന്നും നമ്മൾ പുസ്തകം വായിച്ചൊന്നുമല്ലല്ലോ നേടിയത്. ആദ്യം നമ്മൾ അറിവ് നേടുന്നത് കണ്ടും കേട്ടുമൊക്കെ തന്നെയല്ലേ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അറിവ് നമ്മൾ നേടുന്നത് ഏറ്റവും ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ആഴമുള്ള, ഏറ്റവും ഘനമുള്ള, ഏറ്റവും നിഷ്കളങ്കമായ അറിവിൻ്റെ പേര് അമ്മ എന്ന വാക്ക് തന്നെയാണ് എന്ന ഉറപ്പ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ആദ്യത്തെ മുഖത്തിനെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അറിവായി കണ്ട് ഈ സന്ധ്യയിൽ ഇവിടെ പങ്കെടുക്കാൻ, ഇവിടെ കാണാനെത്തിയ റിയാദിലെ എല്ലാ ഉമ്മമാരെയും സ്വന്തം അമ്മയായി കരുതി ശിരസ് കുനിച്ച് നമസ്കരിച്ച് ഈ വിജ്ഞാനയാത്ര ഇതാ അവർക്ക് വേണ്ടി സമർപ്പിച്ച് ആരംഭിക്കുന്നു ആദ്യ റൗണ്ടിലേക്ക്. You are the best partnership I've had in my life. The project chief should become the captain of the problems and defeat the problem and succeed. ആദ്യ റൗണ്ട് അതാണ്. കാതോർത്തും കൺപാർത്തും എന്നാണ് ആദ്യ റൗണ്ടിൻ്റെ പേര്. ആദ്യ റൗണ്ടിൽ നിങ്ങൾ മത്സരിക്കുന്നവർക്ക് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഉത്തരം ശരി ഉത്തരമാണെങ്കിൽ 20 പോയിന്റുകൾ ലഭിക്കും. കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അപ്പോഴും 20 പോയിന്റുകൾ തന്നെ ലഭിക്കും. മറ്റൊരാൾക്ക് ഉത്തരം അറിയാത്തത് കൊണ്ട് സ്വന്തം പോയിന്റ് നഷ്ടപ്പെടുക എന്നത് യാതൊരു തരത്തിലും ലോജിക്കലായ ഒന്നായി എനിക്ക് തോന്നിയിട്ടില്ലാത്തത് കൊണ്ട് ശരി ഉത്തരം പറയുന്ന ആർക്കും ലഭിക്കുക 20 പോയിന്റുകൾ തന്നെയാകും, നേരിട്ടുള്ള ചോദ്യമായാലും കൈമാറ്റം ചെയ്യപ്പെട്ടാലും. റെഡി ഫോർ ദ ഗെയിം. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഉത്തരം പറയാൻ ഒരു വലിയ സദസ്സ്, ഒരു വലിയ പുരുഷാരമുണ്ട്, അവർക്കുമുണ്ട് സമ്മാനങ്ങൾ. നിങ്ങൾ മുൻകൂട്ടി പറയട്ടെ, ഈ മത്സരത്തിൽ പങ്കെടുത്തവരോ പുറകിൽ നിൽക്കുന്നവരോ ആയ ഈ വലിയ സദസ്സിലുള്ളവരെക്കാൾ കൂടുതൽ വൈജ്ഞാനിക മികവുള്ളവരാണ് നിങ്ങൾ 6 പേർ എന്ന അഭിപ്രായം എനിക്കില്ല. നിങ്ങളും അവരും തമ്മിലുള്ള വൈജ്ഞാനിക മികവിൽ ഒരു വ്യത്യാസവുമില്ല. ഈ ലോകത്തിൽ ആരും ആരേക്കാൾ മുകളിലോ ആരും ആരേക്കാളും താഴെയോ അല്ല എന്നുള്ളത് തന്നെയാണ് ശരി. പക്ഷേ ഇന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ കൂടുതൽ ഉത്തരങ്ങൾ അവർക്കറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. കൺപാർത്തും കാതോർത്തും എന്ന റൗണ്ടിലെ ആദ്യ ചോദ്യത്തിലേക്ക് പാർട്ടിസിപ്പന്റ് നമ്പർ 1 രാജേഷ്. We have not experienced in war. Vietnamese were struggling for their life for a long, more than many years. Centuries, yeah. A lot of friends, and they invite me. How long are you in US now? 45 years. 45 years, almost you left. Vietnam, And we both are the same age, but people count me 70-year-old. മലയാളത്തിൻ്റെ മഹാപുണ്യം ശ്രീ മമ്മൂക്ക ആ ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്നത് ആരെയാണ്? മമ്മൂക്ക സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, മമ്മൂക്ക അഭിമുഖം ചെയ്തത് ആരെയാണ്? അറിയില്ല. പാർട്ടിസിപ്പന്റ് നമ്പർ 2 നിക്കുട്ട്. കേട്ടില്ല? നിക്കുട്ട്. എവിടെ നിൽക്കട്ടെ?
നിക്കുട്ട് വിയറ്റ്നാം ദുരന്തത്തിൽ നഗ്നയായോടിയ പെൺകുട്ടിയുടെ ചിത്രം ലോകമെമ്പാടുമുള്ള മനുഷ്യഹൃദയങ്ങളിലേക്ക് പകർത്തിയ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ നിക്കുട്ട്. ശരിയായ ഉത്തരമാണ്. 20 പോയിന്റുകൾ താങ്കൾക്ക് ലഭിക്കുന്നു. താങ്കൾക്കുള്ള നേരിട്ടുള്ള ചോദ്യം ഇതാ. വാൾട്ടർ കോഫ്മാൻ ഒരു ചെക്കോസ്ലോവാക്യക്കാരനാണ്, ജൂതനാണ്. ഹിറ്റ്ലറിന്റെ വേട്ടക്കാലത്ത്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ മനുഷ്യർ തളച്ചിടപ്പെട്ട കാലത്ത് ഭയന്ന് ചെക്കോസ്ലോവാക്യയിൽ ഇത് ഓടിയെത്തി അദ്ദേഹം എത്തിച്ചേർന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അദ്ദേഹം 1.5 ദശാബ്ദത്തോളം ജീവിച്ചു. ഈ മനുഷ്യനൊരു ചെറിയ ഇഷ്ടം, ഒരു ദൗർബല്യം ഉണ്ടായിരുന്നത് സംഗീതത്തോടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന കാലത്ത് ശിവരഞ്ജിനി രാഗത്തിൽ അദ്ദേഹം ഒരു ഈണം ചിട്ടപ്പെടുത്തി. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പ്രശസ്തമായ ഈണം ഇന്ത്യ മുഴുവൻ പരിചിതമാണ്. വാൾട്ടർ കോഫ്മാൻ എന്ന അഭയാർത്ഥിയായി ഇന്ത്യയിലെത്തിയ മനുഷ്യൻ ശിവരഞ്ജിനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത് എന്തിൻ്റെ തീം മ്യൂസിക്കാണ്? ആകാശവാണി തീം മ്യൂസിക്. വാൾട്ടർ കോഫ്മാൻ ചിട്ടപ്പെടുത്തിയതോ? വാൾട്ടർ കോഫ്മാൻ ചിട്ടപ്പെടുത്തിയ സംഗീതം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു. ശരിയായ ഉത്തരമാണ് സുഹൃത്തെ, ശരിയായ ഉത്തരമാണ്. 20 പോയിന്റുകൾ കൂടി താങ്കൾക്ക് ലഭിക്കുന്നു. നിവ്യയോടുള്ള ചോദ്യം ഇതാ. These awards are where we get more energy, but even then, we have to know one thing: when you get an award, you have to know that you have to still go. Enough. ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ ഭാരതീയരുണ്ട്, അമർത്യ സെൻ അടക്കം, അല്ലേ? പുരസ്കാരങ്ങളെ കുറിച്ചാണ് ഈ മനുഷ്യൻ സംസാരിച്ചത്. ആരാണ് നിങ്ങൾ കേട്ട ഈ ശബ്ദത്തിന്റെ ഉടമ? ആരാണ്? KJ യേശുദാസ്. ഇതോ? ഞാൻ ആകാശവാണിയിലാണ് എൻ്റെ മാധ്യമ പരിപാടികൾ ആദ്യമായി ആരംഭിക്കുന്നത്. 15ാമത്തെ വയസ്സിലാണ്, +1 കാലം, പ്രീ ഡിഗ്രി, അന്നത്തെ പ്രീ ഡിഗ്രി 1ാം വർഷം. അന്ന് ഞാൻ അവതരിപ്പിച്ചിരുന്ന പരിപാടി നിങ്ങളിൽ ആർക്കും പരിചയമുണ്ടാകാൻ വഴിയില്ല. കാര്യം എൻ്റെ 15ാമത്തെ വയസ്സിലൊക്കെയാണ്, കോളേജിൽ പഠിച്ചു തുടങ്ങിയ കാലത്താണ്. അത് അന്ന് ചെയ്തിരുന്ന പരിപാടി ഇന്ന് ചെയ്യാനുള്ള ആരോഗ്യവും ഇല്ല. അത് ഈ എന്താ പറയുക, മലയാളത്തിലെ പെട്ടെന്നൊരു വിഷയം പറയുമ്പോൾ പറഞ്ഞ വാക്കുകൾ അത് തന്നെ കേട്ടിട്ടുണ്ടല്ലേ? അന്ന് പറ്റുമായിരുന്നു എന്നേ. അത് ഈ എന്താ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ, വെക്കാതെ, മുക്കാതെ, മൂളാതെ, മുറുങ്ങാതെ, വ്യാകരണ തെറ്റില്ലാതെ, ആവർത്തന വിരസതയില്ലാതെ, ആകലെ പദങ്ങളില്ലാതെ, വളരെ വേഗത്തിൽ വൈയക്തികാനുഭവങ്ങളുടെ അടക്കങ്ങളിലേക്ക് കണ്ടുമുങ്ങി കക്കുടത്തിൽ മുത്തുകൾ വരിസ്വരീയസ്ഥലാക്കി മാറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വാചാലത വൈഭവ നിർണയ പരിപാടിയായിരുന്നു 15ാമത്തെ വയസ്സിൽ ആകാശവാണിയിൽ അവതരിപ്പിച്ചിരുന്നത്. നിന്ന് റിയാദിലെ മലാസ് റൂഫ് അരീനയിൽ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരോട് പറയുമ്പോൾ ഒരുപക്ഷെ പ്രായമുണ്ടാക്കിയ തളർച്ചകളായിരിക്കാം. താങ്കൾ പറഞ്ഞ ഉത്തരം KJ യേശുദാസ് എന്നാണ്. ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ആകാശവാണിയിൽ കാഷ്വൽ ആർട്ടിസ്റ്റായി അപേക്ഷിച്ചു യേശുദാസ്. അദ്ദേഹം ഓഡിഷൻ ടെസ്റ്റിന് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇമ്പമില്ല, കമ്പമില്ല എന്ന്. അന്ന് ഇമ്പവും കമ്പവുമില്ലാത്ത ശബ്ദമെന്ന് കണ്ട് ആകാശവാണി മടക്കിയേച്ച ആ മനുഷ്യൻ്റെ ശബ്ദത്തിൻ്റെ ഇമ്പവും അതുണ്ടാക്കുന്ന സ്വരമാധുരിയിലുമാണ് നമ്മുടെ നാട് ഉറങ്ങി ഉണരുന്നത് എങ്കിൽ പരാജയമെന്നത് നാളെ സമൂഹത്തിനോട് ഒത്തുചേർന്ന വിജയത്തിൻ്റെ മുൻപടിയാണ് എന്നതിന് യേശുദാസിനേക്കാൾ വലിയ പാഠമില്ല. പക്ഷെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മൾ കേട്ട ശബ്ദം അത് അമർത്യ സെന്നിൻ്റേതല്ലേ വിഷ്ണു? അല്ല, എന്താണ് നോക്കട്ടെ? യേശുദാസ് ആണോ? യേശുദാസിന്റെ ശബ്ദം തന്നെയാണെന്ന് ദൃശ്യങ്ങൾ സാധൂകരിക്കുന്നു. ശരി ഉത്തരമാണ് നിവ്യ. 20 മാർക്കുകൾ. 4ാമത്തെ ആളിലേക്കുള്ള ചോദ്യം ഇതാ. ചന്ദ്രികാ സുന്ദര നീരദമെന്നു ഞാൻ ചിന്തിക്കുന്നു. ഈ കഥാപാത്രത്തിന്റെ പേര് തേതി എന്നാണ്. ഇതൊരു നാടകത്തിന്റെ ആരംഭമാണ്. മലയാളിയുടെ സാമൂഹ്യ ബോധത്തിൽ ഏറ്റവും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു നാടകത്തിന്റെ ആദ്യ രംഗമാണ് കാത്തിരിക്കുന്ന തേതി പാടുന്ന പാട്ട്. ഇതേതാണ് ഈ നാടകം? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ശരിയായ ഉത്തരമാണ്, വളരെ ശരിയായ ഉത്തരമാണ്. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ്. പാട്ട് കിളിമഞ്ചാരോ എന്നാണ് എൻ്റെ ചോദ്യം.
പാബ്ലോ നെരൂദയുടെ പ്രശസ്തമായ ഒരു കവിതയുടെ ടൈറ്റിൽ ഇടം പിടിച്ചതാണ് നിങ്ങൾ ഈ പാട്ടുരംഗത്ത് കണ്ട ചിത്രീകരണം നടന്ന സ്ഥലം. ഏതാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രിയപ്പെട്ട ഈ ഗാന ചിത്രീകരണത്തിൽ നിങ്ങൾ കണ്ട സ്ഥലം? അറിയില്ല. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ്. ചൈന വാൾ. നോ. പാർട്ടിസിപ്പന്റ് 1. അറിയില്ല. മാച്ചു പിച്ചു. മാച്ചു പിച്ചു. മാച്ചു പിച്ചു. പെറുവിലെ മാച്ചു പിച്ചു. ഓൺ ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു, നെരൂദയുടെ പ്രശസ്തമായ കവിത. ശരി ഉത്തരമാണ്. 20 പോയിന്റ്സ്. ആൻഡ് ഈ റൗണ്ടിലെ അവസാന ചോദ്യം 6ാമത്തെ മത്സരാർത്ഥിക്ക്. നോക്കൂ, എനിക്ക് തോന്നുന്നു ഈ പൂച്ചട്ടികൾ, നമുക്ക് ഇവിടുത്തെ കുറച്ച് പൂച്ചട്ടികളൊന്ന് ഒഴിവാക്കാം. ഈ പൂച്ചട്ടികൾ ഒഴിവാക്കും. അവർക്ക് ആർക്കും ഇത് കാണാൻ കഴിയുന്നില്ലല്ലോ. കെവിൻ സിസ്ട്രോമും മൈക്ക് കർഗറുമാണിത്. നിങ്ങൾക്കെല്ലാം വളരെ പ്രയോജനപ്പെടുന്ന, നിങ്ങളെല്ലാം വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നിൻ്റെ ഫൗണ്ടേഴ്സാണിവർ. എന്താണ് മൈക്ക് കർഗറും കെവിൻ സിസ്ട്രോമും കണ്ടുപിടിച്ചത്? മൈക്രോസോഫ്റ്റ്. വിക്കിപീഡിയ. പാർട്ടിസിപ്പന്റ് 2. അറിയില്ല. നിവ്യ. ഇൻസ്റ്റാഗ്രാം. ശരിയായ ഉത്തരമാണ്. ഇൻസ്റ്റയുടെ ഫൗണ്ടേഴ്സ് ആണ് കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രീഗറും. ശരിയായ ഉത്തരമാണ്. 20 പോയിന്റ്സ് ടു യു. ഈ മത്സരത്തിന്റെ ആദ്യ റൗണ്ട് ഇവിടെ കഴിയുമ്പോൾ ഈ മത്സരത്തിന്റെ 2ാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. ഈ മത്സരത്തിലെ 2ാമത്തെ റൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവരിങ്ങനെ ഉത്തരം പറഞ്ഞ ഓഡിയൻസിന് ആർക്ക് സമ്മാനം കൊടുക്കും? 2ാമത്തെ റൗണ്ടിൽ ഞാൻ എന്ത് ചോദിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. കാരണം 2ാമത്തെ റൗണ്ട് ഇവരിലെ ഡിറ്റക്റ്റീവിനെ കണ്ടുപിടിക്കുക. ദ സെക്കൻഡ് റൗണ്ട്. വിഷ്ണു. ശരി. ബേക്കർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം താമസിച്ചിരുന്ന തെരുവാണ്. സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ സാങ്കല്പിക വസതി. B221 ബേക്കർ സ്ട്രീറ്റ്. ഇവരിലെ ഹോംസുമാരെ കണ്ടെത്താനുള്ള ഈ റൗണ്ടിൽ വളരെ പ്രശസ്തരായ വ്യക്തികളെക്കുറിച്ചുള്ള വേഗായ സൂചനകളാണ് ഞാൻ തരിക. ആദ്യത്തെ സൂചനയിൽ നിങ്ങളിൽ കൈ ഉയർത്തുന്ന ആൾ ഉത്തരം പറഞ്ഞാൽ 60 മാർക്കുകൾ ലഭിക്കും. 2ാമത്തെ സൂചനയിൽ 40 മാർക്ക്, 3ാമത്തെ സൂചനയിലാണെങ്കിൽ 20 മാർക്ക്. കൈ ഉയർത്തി തെറ്റുത്തരം പറഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള സൂചനയിൽ നിങ്ങൾക്കിനി അവസരം ഉണ്ടാകില്ല. ആരെക്കുറിച്ച് സൂചനകൾ നൽകണമെന്ന് ഞാനല്ല, ഇവരാ തീരുമാനിച്ചത്. എന്താണ് പേര്? രഞ്ജിനി. എവിടെ വീട്? കണ്ണൂർ. ഇവിടെ എവിടെ? 100 കിലോമീറ്റർ ഉണ്ട്, 200 കിലോമീറ്റർ ഉണ്ട്. രഞ്ജിനി എൻ്റെ കാതിൽ എന്നോട് രഹസ്യമായ ഒരാളിൻ്റെ പേര് പറഞ്ഞു. നിങ്ങൾ കേട്ടോ? ആരും കേട്ടില്ലല്ലോ. ശരി, ആ വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകളിലേക്ക് കടക്കുമ്പോൾ വിഷ്ണു, രഞ്ജിനി പറഞ്ഞ ആള് ഈ ഒരു തൂലികാനാമത്തിൽ കുറച്ചു കാലം എഴുതിയിരുന്നു. അതൊരു ക്രിസ്ത്യൻ നെയിമാണ്. എനിക്ക് ആ തൂലികാനാമം ഒന്ന് കാണണം. ആ തൂലികാനാമം PS ചെറിയാൻ എന്നാണ്. രഞ്ജിനി എൻ്റെ കാതിൽ പറഞ്ഞ ആളിൻ്റെ തൂലികാനാമം PS ചെറിയാൻ എന്നായിരുന്നു. 60 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യ സൂചന. ആരെങ്കിലും കൈയുയർത്തുന്നെങ്കിൽ പറയണേ. ഇല്ല. അപ്പോൾ 40 മാർക്കുകൾക്ക് വേണ്ടിയുള്ള 2ാമത്തെ സൂചനയിലേക്ക് കടക്കാം. 40 മാർക്കുകൾക്ക് വേണ്ടിയുള്ള 2ാമത്തെ സൂചന, മാവിലായിലെ പൊക്കൻ്റെ മകൾ ഗൗരിക്ക് ഇദ്ദേഹത്തെ നന്നായി അറിയാം. യെസ്, പാർട്ടിസിപ്പന്റ് നമ്പർ 1. EMS. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം PS ചെറിയാൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ശരിയായ ഉത്തരമാണത്. EMS ആണ്. രഞ്ജിനി EMS അല്ലേ പറഞ്ഞത്? യെസ് ഓർ നോ? രഞ്ജിനി
അതെ. 40 മാർക്കുകൾ ലഭിക്കുന്നുവെങ്കിൽ ഒരാളുടെ പേര് പറഞ്ഞേ. അത് കൊള്ളാം. താങ്കളുടെ പേര്? തോമസ്. എവിടെയാ സ്ഥലം? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിലുള്ള ശ്രീ തോമസ് ആണ് ഒരാളുടെ പേര് എൻ്റെ കാതിൽ പറഞ്ഞത്. നിങ്ങളാരും കേട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞത്? ഇല്ലല്ലോ. ഇല്ല. നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ആദ്യം നൽകിയ പേര് ഇൻക്വിലാബ് എന്നായിരുന്നു. എന്നാൽ സുഹൃത്തായ ഒരു കവിയുടെ നിർദ്ദേശം മാനിച്ച് ആ പേര് മാറ്റി ഇന്ന് ലോകമറിയുന്ന പേര് സമ്മാനിക്കുകയായിരുന്നു ചെയ്തത്. ഇല്ല. രണ്ടാമത്തെ സൂചനയിലേക്ക് കടക്കട്ടെ. സെക്കൻഡ് ക്ലൂ. അദ്ദേഹത്തിന്റെ വസതികളിൽ ഒന്നിന്റെ പേര് പ്രതീക്ഷ എന്നായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്ര നിർമ്മാണത്തെ, ചലച്ചിത്ര ഫിലിം മേക്കിങ്ങിനെ നിയന്ത്രിക്കുന്ന ചൈൽഡ് ഫിലിം ഓർഗനൈസേഷന്റെ തലപ്പത്ത് ആദ്യമായി അവരോധിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. യെസ്, പാർട്ടിസിപ്പന്റ് നമ്പർ 5. നാരായണമൂർത്തി. ആര്? നാരായണമൂർത്തി. നാരായണമൂർത്തി അല്ല. സുധാ നാരായണമൂർത്തിയെ കുറിച്ചല്ല. മൂന്നാം. യെസ്, പാർട്ടിസിപ്പന്റ് നമ്പർ 6. KR നാരായണൻ. KR നാരായണനുമല്ല. പാർട്ടിസിപ്പന്റ് നമ്പർ 6. ഉത്തരം. നിങ്ങൾ രണ്ടുപേരും അവസരം നഷ്ടമായി. ബാക്കി 4 പേർക്ക് വേണ്ടി 20 മാർക്കുകൾക്കുള്ള അവസാനത്തെ സൂചന ചോദിക്കുന്നു. കൈ ഉയർത്താൻ തയ്യാറായിക്കൊള്ളൂ. നിങ്ങളോടുള്ള അവസാനത്തെ സൂചന. ഈ ക്ഷുഭിത യൗവനം. യെസ്, ടീം സി. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. തെറ്റ്. ടീം ഡി, നിങ്ങൾക്കുള്ള അവസരമാണ്. വാചകം പൂർത്തീകരിക്കട്ടെ. ഈ ക്ഷുഭിത യൗവനം ഇന്ത്യൻ സെല്ലുലോയിഡിലെ ഏറ്റവും മൂല്യമേറിയ താരമായിരുന്നു. അറിവ് വിനോദമാക്കി ഇന്ത്യയിലെ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ അദ്ദേഹം ഇടം പിടിച്ചു. അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തനായ ചലച്ചിത്ര നടനും ടെലിവിഷൻ പേഴ്സണാലിറ്റിയും ആണ്. ഓഡിയൻസ് ആണ് പറഞ്ഞത് ഉത്തരം. സാർ പറഞ്ഞ പേരാണോ ഇവർ പറഞ്ഞത്? താങ്കൾ എന്താ പറഞ്ഞത്? യെസ്, അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചനെ കുറിച്ചായിരുന്നു സൂചന. ഓഡിയൻസിൽ ആരോ ആണ് പറഞ്ഞത്? ആരാ പറഞ്ഞേ? സമ്മാനം, ഓഡിയൻസ് പ്രൈസ്. ഓടിക്കൊണ്ടുവരണേ. മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകളിലേക്ക് കടക്കാം. മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ചുള്ള സൂചന, ഓഡിയൻസിനുള്ള സമ്മാനം ഇതാ താങ്കൾക്ക് ലഭിക്കുന്നു. എന്താ പേര്? ഇസ്മായിൽ പയ്യോളി, 24. റിയാദ്. ഇസ്മായിൽ ഫ്രം 24. ഇസ്മായിലെ, നിങ്ങൾ തന്നെ ഒരാളുടെ പേര് പറയും. ശരി. അദ്ദേഹം പറഞ്ഞ വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സൂചന, ആൻഡ് ദെൻ, മൗസ് ട്രാപ്പ് എന്നിവയെ നിങ്ങൾ എങ്ങനെ മലയാളീകരിക്കും? ഹൗ വിൽ യു ട്രാൻസ്ലേറ്റ് ആൻഡ് ദെൻ ആൻഡ് മൗസ് ട്രാപ്പ്? ഇല്ല. അടുത്ത സൂചനയിലേക്ക് കിടക്കട്ടെ. പലതരത്തിലുള്ള വിവാഹ രീതികളുണ്ട് എങ്കിലും വർത്തമാനകാലത്തിലെ ചെറുപ്പക്കാർക്ക് സ്വയം ഭരിക്കുന്നതിനോടാണ് വല്ലാത്ത ഇഷ്ടം. യെസ്, പാർട്ടിസിപ്പന്റ് നമ്പർ 5. അടൂർ ഗോപാലകൃഷ്ണൻ. താങ്കൾ എന്താണ് പറഞ്ഞത്? അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണോ? ആണ്.
അടൂർ ഗോപാലകൃഷ്ണൻ ശരിയാണ്. അനന്തരം എന്നല്ലാതെ ആൻഡൻ എന്നതിനെ നമ്മൾ എങ്ങനെയാ തർജ്ജമ ചെയ്യുക? ഈ റൗണ്ടിലെ നാലാമത്തെ വ്യക്തി സൂചനകളിലേക്ക് കടക്കുന്നു. നാലാമത്തെ വ്യക്തി സൂചനകളിലേക്ക് കടക്കുമ്പോൾ വിഷ്ണു, എനിക്ക് ഒരു സെപ്റ്റംബർ 17 ടെലിഫോണിൽ സംസാരിച്ച ഈ പഴയ നേവി അഡ്മിറലിന്റെ ചിത്രം ഒന്ന് കാട്ടിത്തരാമോ? പഴയൊരു നാവിക അഡ്മിറലായിരുന്ന AR ടണ്ടൻ. AR ടണ്ടന്റെ ചിത്രം ഉണ്ടാവുമോ നമ്മുടെ കയ്യിൽ? ഉണ്ട്. AR ടണ്ടൻ ഇതാണ്, വൈസ് അഡ്മിറൽ റിട്ടയർഡ് AR ടണ്ടൻ. ആദ്യത്തെ സൂചന, ഞാൻ വൈസ് അഡ്മിറൽ AR ടണ്ടനുമായി 1996 സെപ്റ്റംബർ 17 സംസാരിച്ചു എന്നതാണ് ഒന്നാമത്തെ സൂചന. ഇല്ല. രണ്ടാമത്തെ സൂചന, വളരെ പ്രശസ്തമാണ് എൻ്റെ പിശുക്ക്. വക്കീൽ ഗുമസ്തനായി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുപരിയായി ഞാൻ സ്മൈൽസ് കമ്പനി ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച ഫാക്ടറിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഉൽപ്പന്നത്തെ തകഴി ശിവശങ്കരപിള്ള. തകഴി ശിവശങ്കരപിള്ള ശരിയായ ഉത്തരമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മൊബൈലിൽ സംസാരിച്ചത് തകഴിയാണ്, വൈസ് അഡ്മിറൽ AR ടണ്ടനുമായി സെപ്റ്റംബർ 17. ശരി ഉത്തരം. ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. ഈ പിക്ചർ ആദ്യമേ തന്നെ കാണിച്ചിരുന്നു. ആ പിക്ചർ ആദ്യമേ തന്നെ കണ്ടിരുന്നു. ഏത് പിക്ചറാണ്? ഈ അതായത് തകഴി ശിവശങ്കരപിള്ള അന്നത്തെ ഫോണിൽ സംസാരിക്കുന്ന പിക്ചർ ഈ രണ്ടാമത്തെ സൂചന വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു. കൈ ഉയർത്തിയോ നിങ്ങൾ ആരെങ്കിലും? അല്ല, കൈ ഉയർത്തുന്നതിന് മുമ്പേ അതൊരു ടെക്നിക്കലി അതൊരു ഫോൾട്ടാണെന്ന് പറയണം. ആണോ? അവിടെ നിന്ന് നമ്മുടെ സ്ക്രീനിൽ വന്നോ? ഞങ്ങളുടെ സ്ക്രീനിൽ വന്നോ? ഓക്കെ, നമ്മൾ അത് ഒഴിവാക്കാം. തകഴിയെക്കുറിച്ചുള്ള സൂചന ഒഴിവാക്കാം. പകരം മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ള സൂചനയാക്കാം. ആ ഉത്തരം പറഞ്ഞ ആരാണ്? തകഴി എന്നുള്ള ഉത്തരം പറഞ്ഞത്. ക്ലിയർ? താങ്കൾ കണ്ടുവോ ചിത്രം? സത്യസന്ധമായി കണ്ടു. അപ്പൊ നമുക്ക് ഒഴിവാക്കാം. കയറ് എന്നുള്ള കണ്ടിട്ടാണ് ഉത്തരം മനസ്സിലായത്. എന്താണ്? കയറ് തകഴി എഴുതിയാണ്, അപ്പോഴാണ് ഉത്തരം മനസ്സിലായത്. തകഴി വന്നിരുന്നോ മുമ്പിൽ? ചിത്രം കണ്ട പക്ഷെ ശ്രദ്ധിച്ചില്ല. അത് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഒഴിവാക്കാം. ന്യായമായ ഒരു കാര്യമല്ലേ. പകരം നമുക്ക് സൂചന ഇങ്ങനെ കൊടുക്കാം. കയറെന്നല്ലേ പറഞ്ഞതല്ലേ? കയറിൻ്റെ മാത്രമല്ല, മണൽത്തരികളുടെയും നാട്ടിൽ ജനിച്ച ഞാൻ ലോകത്തെവിടെയും ഒരു വീടുണ്ട് എനിക്ക് എന്ന് കിനാവ് കാണുകയും എഴുതുകയും ചെയ്തു. ONV ശരിയായ ഉത്തരമാണ്. ONV ശരിയായ ഉത്തരമാണ് നിവ്യ. ഈ റൗണ്ടിലെ അവസാനത്തെ വ്യക്തി സൂചനയിലേക്ക് കടക്കുന്നു. ആർക്കും ഫസ്റ്റ് ക്ലൂവിലാണ് പറഞ്ഞത്. ആരാണ് എന്നോട് ഒരാളുടെ പേര് പറഞ്ഞു തരിക? ഒരാളുടെ യെസ്, വരൂ. അതുകൊള്ളാലോ. നാടക പ്രവർത്തകരുടെ കുടുംബത്തിൽ ജനിച്ച ഞാൻ 1973 യെസ്, സച്ചിൻ ടെണ്ടുൽക്കർ പാർട്ടിസിപ്പന്റ് നമ്പർ 2 ആണ് ആദ്യം കൈ ഉയർത്തിയത്. യു ഗെറ്റ് 60 പോയിന്റ്സ്. ടെണ്ടുൽക്കർ എന്ന് തന്നെയല്ലേ പറഞ്ഞത്? യെസ്, ശരിയായ ഉത്തരമാണ്. ഈ മത്സരത്തിലെ 2 റൗണ്ടുകൾ നമ്മൾ പിന്നിടുമ്പോൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. അത് വളരെ എളുപ്പമുള്ള, വളരെ ലളിതമായ ഒരു റൗണ്ടാണ്. നിങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു റൗണ്ടാണ്. നേരിട്ടുള്ള ചോദ്യങ്ങൾക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുമൊക്കെ 20 പോയിന്റുകൾ തന്നെ. മൂന്നാം റൗണ്ട്. ഇങ്ങനെ റൗണ്ടില്ലാതെ എങ്ങനെയാ ഇവിടെ ഇങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാം നടത്തുക? വിഷ്ണു,
പ്രവാസ ലോകമാണ് മൂന്നാം റൗണ്ട്. പാർട്ടിസിപ്പന്റ് നമ്പർ 6 നിങ്ങളോടുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ചോദ്യം ഇതാണ്. വളരെ ലളിതമായ ചോദ്യമാണ്. ഏത് ഇരുട്ടിലും ഒരു വെളിച്ചം നമ്മുടെ കിനാവ് കാണാൻ പ്രേരിപ്പിക്കും? ഏത് ദുരിത കർക്കടകത്തിലും ഒരു ചിങ്ങപ്പുലരി നമ്മുടെ മനസ്സിലുണ്ടാകും സ്വപ്നങ്ങളിൽ? ഏത് മരുഭൂമിയുടെ നടുവിലും ഒരു മരുപ്പച്ച ഉണ്ടാകും? നോക്കൂ, ആകാശത്തിലേക്ക് ശിഖരങ്ങൾ ഉയർത്തി മരുഭൂമിയിൽ നിൽക്കുന്ന ഈ ജീവന്റെ വൃക്ഷം ഏത് രാജ്യത്താണ്? പാർട്ടിസിപ്പന്റ് നമ്പർ 6 സൗദി. നമ്പർ 5 ബഹ്റൈൻ. ബഹ്റൈനാണ്. ബഹ്റൈനിലെ ട്രീ ഓഫ് ലൈഫാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടത്. ട്രീ ഓഫ് ലൈഫ് ഒരു പ്രതീകമാണ്. വല്ലാതെ കണ്ട് കെട്ടുപോകുന്ന ഒരു കാലത്തിൻ്റെ നടുവിലും സ്വപ്നങ്ങൾ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചില സംജ്ഞകളാണ് ട്രീ ഓഫ് ലൈഫ് ഒക്കെ തന്നെ. അവശേഷിക്കുന്നു ഇനിയും ശുഭാപ്തി വിശ്വാസമെന്ന് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണത്. പാർട്ടിസിപ്പന്റ് നമ്പർ 5 നിങ്ങളോടുള്ള ചോദ്യം. മതി 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 മതി. എന്താണത്? ഇത് ഒരു പാർട്ടിസിപ്പന്റ് നമ്പർ D. ചോദ്യം വ്യക്തമായില്ല. ഇതിന്റെ പേരെന്താണ്? നിങ്ങൾ ഈ കണ്ടതിന്റെ പേരെന്താണ്? ഞാൻ അതിനെ ഡീറ്റെയിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നിർത്തിയത്. എഡ്ജ് ഓഫ് ദ വേൾഡ്. ദിവ്യ, എഡ്ജ് ഓഫ് ദ വേൾഡ് ആണ് വിചാരിച്ചത്. എന്താണ് എഡ്ജ് ഓഫ് ദ വേൾഡ് ആണ് വിചാരിച്ചത്. എന്താണ് എഡ്ജ് ഓഫ് ദ വേൾഡ്? ഇവിടുത്തെ ഒരു സ്ഥലമാണ്. അതിന്റെ പേര്? അതിന്റെ പേരെന്താണ്? അറിയില്ല. എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് മാത്രമേ അറിയൂ. ഹീറ്റ് കേവ്. ഹീത്ത് കേവ് ആണ്. ഹീത്ത് കേവ് എന്നുള്ള പേര് പറയോ വിശേഷണം? ഹീത്ത് കേവ്. നമുക്കിനി ചിത്രം വീഡിയോ പൂർണ്ണമായി കണ്ടാലോ? Yes, participant number 6, you get 20 points. നിങ്ങളോടുള്ള ചോദ്യം കഴിഞ്ഞോ? ഇല്ല. നിങ്ങളോടുള്ള ചോദ്യം. ഇതും ഒരു പ്രവാസി തന്നെ. മിഡിൽ ഈസ്റ്റിലല്ല ജീവിക്കുന്നത്. നോക്കൂ, ഈ മനുഷ്യനെ പോലുള്ളവരെയൊക്കെ അല്ലേ നമ്മൾ അറിയേണ്ടത് കൂടുതലായി. ഈ മലയാളി, ഇയാളുടെ പേരറിയുന്നത് ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകളാണ്. ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന ആമസോണിന് സമാന്തരമായി ഒഴുകുന്ന ഏറ്റവും വലിയ നദിക്ക് ഇദ്ദേഹത്തിന്റെ പേരാണുള്ളത്. ഇദ്ദേഹത്തിന്റെ പേര് പറയാം. ദിവ്യ? അറിയില്ല. അറിയില്ല. രാജേഷ്? അറിയില്ല. ഓഡിയൻസ്? യെസ്, കൈ ഉയർത്തി ഒരാളുടെ സ്റ്റേജിലോട്ട് ഓടി വരാം. ഓടി വന്നോ? അല്ല, അവിടെ നിൽക്കുന്ന ഒരാൾ വരട്ടെ. നിങ്ങൾ രണ്ടുപേർ തമ്മിലൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ മുന്നിലും അയാൾ പിന്നിലുമാണ്. ഉത്തരം പറഞ്ഞോ? ഓടിവാ. പിറകിൽ നിന്നൊരാൾ വന്നല്ലോ. റിയോ ഹംസ. വലിയ മണ്ണത്താൽ ഹംസ എന്ന റിയോ ഹംസ നദിക്ക് കാരണക്കാരനായ ഈ മനുഷ്യന്റെ പേരിലാണ്. അത് തന്നെയല്ലേ പറയാൻ വന്നത്? അപ്പൊ 2 സമ്മാനം കൊണ്ടുവരൂ. ഈ മുന്നിലിരുന്ന് ഉത്തരം പറയാൻ വന്ന ആളുണ്ടല്ലോ, ഞാൻ മുന്നിലായി പോയി എന്ന് പറഞ്ഞു, അദ്ദേഹത്തിനുള്ള സമ്മാനം എന്തായാലും തരാം അടുത്ത തവണ. എന്താ പേര്? ഷഫ്ന. നോക്കൂ, ലാറ്റിൻ അമേരിക്കയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അന്തർനദികളിൽ ഒന്നിന്റെ പേര് ഒരു മലയാളിയുടേതാണ്. വലിയ മണ്ണത്താൽ ഹംസ എന്ന മലയാളിയുടേത്. റിയോ ഹംസ നദി. നമുക്കിപ്പോ കൈയടിക്കാം ആ പ്രഭാവശാലിയായ മനുഷ്യന് വേണ്ടി. ശരി, നെക്സ്റ്റ് ഇറ്റ്സ് യുവർ ടേൺ.
പ്രവാസി എക്സ്പ്രസ് സിംഗപ്പൂരിലാണ്. പ്രവാസി എക്സ്പ്രസിന്റെ ആദ്യ പ്രവാസി പുരസ്കാരം നേടിയ മലയാളി ആര് എന്നാണ് ചോദ്യം. ഒരു ക്ലൂ വേണോ? അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു മലയാളം കവിത. ആ കവിത എഴുതിയത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എഴുതിയ ഒരു മലയാള കവിത വളരെ പ്രസക്തമായ ഒരു ദിവസങ്ങളിൽ അദ്ദേഹം ഉച്ചത്തിൽ വേദിയിൽ ചൊല്ലി. പ്രവാസി എക്സ്പ്രസ് പുരസ്കാരം ആദ്യമായി നേടിയ മനുഷ്യൻ ഉച്ചത്തിൽ ചൊല്ലിയ സുബ്രഹ്മണ്യൻ തിരുമുൻപിന്റെ കവിത വിഷ്ണു കഴിഞ്ഞ ദിവസം ശ്രീ മുരുകൻ കാട്ടാക്കടയോട് ഞാൻ വാട്സപ്പിൽ ചൊല്ലി അയച്ചു തരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഞാനത് അവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് കേൾപ്പിക്കൂ. തലനരയ്ക്കുവതല്ലെന്റെ വാർദ്ധക്യം, തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുൻപിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം. ഏത് മലയാളിയാണ് ആദ്യത്തെ പ്രവാസി എക്സ്പ്രസ് പുരസ്കാരം നേടിയത് എന്ന് ഇനി പറയാമോ നിവ്യ? ഇല്ല. പാർട്ടിസിപ്പന്റ് നമ്പർ 2. അറിയായിരുന്നു, ഓർമ്മ കിട്ടുന്നില്ല. ഇത് എഴുതിയതായിരുന്നല്ല, ഇത് എഴുതിയത് ടി എസ് തിരുമുമ്പ. പാർട്ടിസിപ്പന്റ് നമ്പർ 1 VS അച്യുതാനന്ദൻ. പ്രവാസി പുരസ്കാരം നേടിയത് ആണോ സുഹൃത്തെ? അല്ല. വിഷ്ണു, ആർക്കാണ് അത് ലഭിച്ചത്? ആദ്യത്തെ പ്രവാസി പുരസ്കാരം നേടിയത് നിങ്ങൾക്ക് ചാൻസോ? ഇവർക്ക് ചാൻസ് ഇല്ല, കൊടുക്കാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ ആദ്യ പ്രവാസി പുരസ്കാരം നേടിയ ആളുടെ ചിത്രം കാണിക്കൂ വിഷ്ണു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് VS അച്യുതാനന്ദനാണ് ആദ്യമായി പ്രവാസി എക്സ്പ്രസ് പുരസ്കാരം നേടുന്നത്. അദ്ദേഹം ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ തലനരയ്ക്കുന്നതല്ലെന്റെ വാർദ്ധക്യം, തലനരയ്ക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുൻപിൽ തലകുനിക്കാത്തതാണ് എൻ്റെ യൗവനം എന്നുച്ചത്തിൽ ചൊല്ലുകയും ചെയ്തു. It is your turn, right? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പാഹന്മാരാരും വന്നിട്ടില്ല. ചിലവര് സിനിമക്ക് പോകും, ചിലവര് മിനുങ്ങാൻ. ഒഴിവ് കിട്ടിയ മുഴുവൻ സമയവും ഉറങ്ങിക്കൊണ്ടുള്ള ആഘോഷമാണ് കുട്ടനായർക്കുള്ളത്. എത്ര ആളുണ്ട് ഇവിടെ? ഇപ്പൊ രാജനടക്കി 6-7 പേർക്ക് ഇവിടെ ഇതുപോലൊരു മുറി കിട്ടുകയെന്ന് വെച്ചാ സ്വർഗമല്ലേ. മമ്മൂക്കാട് ആള് വന്നുവല്ലേ? വന്ന് ഒന്ന് എണീക്കുന്നു. പുതുതായിട്ട് ഒരാള് വന്നപ്പോഴാണ് നിങ്ങളുടെ ഒരു ഉറക്കം. ലോഞ്ചിൽ എത്ര ആള് വന്നു? 21 ആള്. സൈറ്റിലെ ട്രെയിനിങ് കിട്ടിയല്ലേ? മതി വിഷ്ണു. പ്രവാസ ലോകത്തിന്റെ കഥ പറയുന്ന ആദ്യത്തെ മലയാള ചലച്ചിത്രമാണത്. പ്രവാസ ഭൂമിയിൽ ചിത്രീകരിച്ച ആദ്യത്തെ ചിത്രവുമാണ്. ഏതാണ് ഈ സിനിമ? ഇല്ല. പാർട്ടിസിപ്പന്റ് നമ്പർ 1 വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ശരിയായ ഉത്തരമാണ്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. 20 മാർക്കുകൾ ലഭിക്കുന്നു. ഒപ്പം താങ്കൾക്ക് ഈ റൗണ്ടിലെ അവസാന ചോദ്യം. This is a village in Saudi Arabia which can be reached only by cable cars. സൗദി അറേബ്യയിലെ ഈ മലയോര വില്ലേജിന്റെ മലമുകളിലെ വില്ലേജിന്റെ പേരെന്താണ്? അബഹയ്ക്ക് അടുത്താണ്. അബഹയിൽ നിന്ന് കുറച്ച് മണിക്കൂറുകൾ പോകണമല്ലോ. അബഹയിൽ പോകാൻ കേബിൾ കാർ വേണ്ട. ഈ വില്ലേജിന്റെ പേരെന്താണ്? ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ പേര് ഓർമ്മ വരുന്നില്ല. ആ പ്രശ്നം അറിയില്ല. അൽസുദ മൗണ്ടൻ. ഓഡിയൻസ്, ഹബാല ആരാ പറഞ്ഞ അവിടെ? ഓടിയോ ഹബാലയാണിത്. ശരിയാണ്. പ്രൈസ് പ്ലീസ്. ഒഴിഞ്ഞ കൂടാ. ഈ മത്സരത്തിന്റെ 4ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ ഇനി പ്രവേശിക്കും. അവസാനത്തതിന് തൊട്ട് മുൻപിലുള്ള മത്സരത്തിലേക്ക് 4ാം റൗണ്ട്. சிம்பிளா கேக்குறேன். 24157817 ஃபிபொனாச்சி நம்பரா? ஆமா, 22வது ஃபிபொனாச்சி நம்பர். பை தி வே, அது மந்தவள்ளி பி சுப்ரமணியத்தோட ஃபோன் நம்பர்.
உனக்கு தெரிஞ்ச மிகப்பெரிய பிரைம் நம்பர் என்ன? M44. இது சரியாக பார்க்க உங்களுக்கு சில வருஷங்கள் ஆகும். Good. Amazing. It's great. என்ன ராகம்? நாட்டுக்குறிஞ்சி பாடுறேன்னுட்டு உசேரி போயிட்டீங்க. நடுவுல இந்த இடத்துல சதி விலகிடுச்சு. Any more question? വരൂ, മുന്നിലേക്ക് വന്നോ. ഈ റൗണ്ടിന്റെ പ്രത്യേകത, ഈ റൗണ്ടിൽ ഞാൻ എന്ത് ചോദിക്കണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, താങ്കളാണ്. താങ്കൾ പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് ചോദ്യം. അമ്മയെന്നോ രാഷ്ട്രീയമെന്നോ സിനിമയെന്നോ സ്പോർട്സ് എന്നോ രക്തമെന്നോ യുദ്ധമെന്നോ സാഹിത്യമെന്നോ എന്തും പറയാം. കേരളമെന്നോ ഇന്ത്യയെന്നോ ഒക്കെ പറയാം. വിഷയമായി തോന്നണം. കണ്ണൂർ അല്ല, പറഞ്ഞു തീർത്തില്ല. ആ വിഷയത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചോദ്യം 10 മാർക്കിൻ്റെതാണ്. അതിന് ശരിയുത്തരം പറഞ്ഞാൽ താങ്കൾക്ക് 10 മാർക്ക് ലഭിക്കും. ഒപ്പം താങ്കൾക്ക് തീരുമാനിക്കാം അടുത്ത ചോദ്യം വേണോ എന്ന്. അടുത്ത ചോദ്യം 25 മാർക്ക് കിട്ടും. അതിനും ശരിയുത്തരം പറഞ്ഞാൽ അപ്പോൾ 35ആയി. താങ്കൾക്ക് അടുത്ത ചോദ്യം ആവശ്യപ്പെടാം എന്നോട് 50 മാർക്കിൻ്റേത്. അതിനും ശരിയുത്തരം പറഞ്ഞാൽ 85ആയി. താങ്കൾക്ക് അവസാന ചോദ്യം ആവശ്യപ്പെടാം 100 മാർക്കിൻ്റേത്. 185 മാർക്ക് വരെ കിട്ടും. പക്ഷേ ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയി ഉത്തരം അറിയില്ലെങ്കിൽ കിട്ടിയതെല്ലാം പോകും. ഈ റൗണ്ടിൽ കിട്ടുന്നതെല്ലാം നഷ്ടമാകും. കാരണം ജീവിതത്തിൽ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, തീരുമാനമെടുക്കാനുള്ള കഴിവ്, അല്ലേ? ലോകത്തിലാരും ചെസ്സ് കളിക്കുമ്പോൾ മുന്നോട്ട് മാത്രം കരുക്കൾ നീക്കി കളിക്കാറില്ലല്ലോ. ചിലപ്പോഴൊക്കെ പിൻവാങ്ങേണ്ടിയും വരും. ഒരു 12 വർഷങ്ങൾക്ക് 13 വർഷങ്ങൾക്ക് മുമ്പ് വളരെ വിവേകശൂന്യമായ ഒരു തീരുമാനമെടുത്ത്, ഒരിക്കലും ഞാൻ പങ്കെടുക്കാൻ പാടില്ലാത്ത ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ തീരുമാനമെടുത്തത് പിന്നീട് എത്രയോ കാലം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്ത ഒന്നാണ്. അപ്പോൾ തീരുമാനമെടുക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തിൽ, അല്ലേ? പിന്നെ നിങ്ങൾ പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ്. പക്ഷെ ഞങ്ങൾക്കിഷ്ടം നിങ്ങൾ പിൻവാങ്ങാതെ മുന്നോട്ട് പോകുന്നതാണ്. മത്സരത്തിൽ 10 കിട്ടിയാൽ അപ്പം മതി എന്ന് പറഞ്ഞ് പിൻവാങ്ങാം. 35 കിട്ടിയാൽ അത് മതി എന്ന് പറഞ്ഞും പിൻവാങ്ങാം. റെഡി, സ്റ്റഡി, ഗോ. കണ്ണൂർ. ഗിവ് മി എ ക്ലാപ്പ്. എവിടെ പോകുന്നു? ഇവിടെ നിങ്ങളെ കാണണ്ടേ? ഒന്നാമത്തെ ചോദ്യം 10 മാർക്കുകൾക്ക് വേണ്ടി. കണ്ണൂർ കോട്ട എഴുതിയതാരാ? അറിയില്ല. ബാഡ് ലക്ക്. ആരാണ് കണ്ണൂർ കോട്ട എഴുതിയത്? നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന് ചോദിച്ച അതേ മനുഷ്യൻ സാക്ഷാൽ കടമ്മനിട്ട രാമകൃഷ്ണനാണ് കണ്ണൂർ കോട്ട എഴുതിയത്. വരൂ, എന്താണ് താങ്കൾക്ക് ഇഷ്ടമുള്ള വിഷയം? ചരിത്രം, ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററി ആണോ ഇന്ത്യൻ ഹിസ്റ്ററി ആണോ? ഇന്ത്യൻ ഹിസ്റ്ററി. ശരി. 10 മാർക്കുകൾക്ക് വേണ്ടിയുള്ള താങ്കളോടുള്ള ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഭഗത് സിംഗിനോടൊപ്പം രക്തസാക്ഷികളായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ 2 പേർ. ഒന്ന് രാഷ്ട്രീയ, മനുഷ്യ ശരീരം. യു ആർ എ മെഡിക്കൽ സ്റ്റുഡന്റ് ഓർ എ ഡോക്ടർ? നോ. 10 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിനെയാണ് ബ്രൈറ്റ് ഡിസോർഡർ ബാധിക്കുന്നത്? കിഡ്നി. ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ. മുന്നോട്ട് പോകട്ടെ. 20 മാർക്കുകൾക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും വലുതെന്ന് വിശദീകരിക്കാൻ കഴിയില്ലെങ്കിലും ഏറ്റവും മഹത്തായ ഒരു പർവ്വതത്തിന് മനുഷ്യ ശരീരത്തിലെ ഒരു വെർട്ടിബ്രയുമായി ബന്ധമുണ്ട്. One of the biggest mountains in the world has the same name that of a human vertebra. ഒരു ഗ്രീക്ക് ദൈവത്തിനും ആ പേരുണ്ട്. It is the first vertebra. 5 seconds. No. Audience. അറ്റ്ലസ്. വന്ന് ഓടിവാ. അറ്റ്ലസ് ആണ് നമ്മുടെ ആദ്യത്തെ വെർട്ടിബ്ര കേട്ടോ, സ്പൈനിലെ. ഓടി വന്നേ. ഒരു നല്ല കൈയടി കൊടുത്തേ. ഒന്നുകൂടെ എടുത്തോളൂ സമ്മാനം. എവിടെ വർക്ക് ചെയ്യുന്നു?
ആ, നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. വെരി ഗുഡ്. നഴ്സാണ്. ചരിത്രം പഠിക്കാനുള്ളത് മാത്രമല്ലല്ലോ, ചരിത്രം സൃഷ്ടിക്കാൻ കൂടിയുള്ളതാണ്. ഹിസ്റ്ററി ഈസ് നോട്ട് ഓൺലി ടു ബി ലേൺഡ്, ഇറ്റ്സ് ടു ബി ക്രിയേറ്റഡ്. നമ്മുടെ എല്ലാം കുട്ടികൾ വരുംകാലങ്ങളിൽ അറിവിൻ്റെ പുതിയ ചരിത്രം രചിക്കട്ടെ. വാശിയേറിയ ഈ മത്സരത്തിൽ 380-ഓളം രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന പ്രാഥമിക റൗണ്ടിൽ നിന്ന് 6 ഫൈനലിസ്റ്റുകളും അവരിൽ നിന്ന് 5 റൗണ്ടുകളിലൂടെ ഗ്രാൻഡ് ഫിനാലെയിൽ 190 പോയിന്റുകൾ നേടി വിജയിയായി കേളി റിയാദ് ജീനിയസ് 2024. നിവ്യ, പ്ലീസ് വാക്ക് ഇൻ ടു ദ സ്റ്റേജ്. നിവ്യ സിംനേഷ് ഈ പരിപാടിയുടെ സംഘാടക സമിതി സാമ്പത്തിക ജോയിന്റ് കൺവീനറുടെ ഭാര്യ കൂടിയാണ് നിവ്യ. ആണോ? ദിവ്യ സാമ്പത്തിക സമിതി ജോയിന്റ് കൺവീനറുടെ ഭാര്യയാണോ? ആഹാ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ദിവ്യയോട് ഞാൻ ഏറ്റവും കടുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ചോദിക്കുമായിരുന്നു. കുഴപ്പമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ട് നിവ്യയുടെ അറിവുകൾക്ക് ആഴമോ ഖനമോ ഇല്ലാതാകുന്നില്ലല്ലോ. എനിക്കുള്ള എതിരഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അവതാരകൻ പറഞ്ഞ പ്രയോഗം തെറ്റാണ്. താങ്കൾ ഇതിൻ്റെ സാമ്പത്തിക സമിതി ജോയിന്റ് കൺവീനറുടെ ഭാര്യയാണ് എന്നുള്ള പരിചയപ്പെടുത്തലല്ല ഈ രാത്രിയിലെങ്കിലും ശരി. മറിച്ച് നിവ്യ എന്ന പ്രതിഭാശാലിയായ ജീനിയസിൻ്റെ ഭർത്താവാണ് സാമ്പത്തിക വിഭാഗം കൺവീനർ ആയിരിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഹി ഷുഡ് ബി പ്രൗഡ് ടു ബി യുവർ ഹസ്ബൻഡ് ബിക്കോസ് യു ഹാവ് പ്രൂവ്ഡ് യുവർ മെറ്റൽ വിത്ത് യുവർ ബ്രില്യൻസ്, ഇൻ്റലിജൻസ് ആൻഡ് നോളജ്. ദിവ്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നുള്ളതല്ല, താങ്കളുടെ ഭർത്താവാണ് എന്നുള്ളതാണ് അവിടുത്തെ വിശേഷം. രണ്ട് വാക്ക് സംസാരിക്കാനായി ദിവ്യയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ എമൗണ്ടിൽ ഒരു ചെറിയ എമൗണ്ട് ഞാൻ കേളിയുടെ പൊതിച്ചോറ് പദ്ധതിയിലേക്ക് കൊടുക്കും. സാർ, എൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു ഫോട്ടോ അതെടുക്കാം. പക്ഷെ ഞാൻ പറയുന്നതേ, പകുതി പൊതിച്ചോറിലേക്ക് കൊടുക്കും, ഒരു ഭാഗം, ചെറിയ ഭാഗം. അതുപോലെ തത്തുല്യമായതോ അല്ലെങ്കിൽ ബാക്കി മുഴുവൻ ഭാഗമോ? എവിടെയാണ് നിവ്യയുടെ നാട്? തലശ്ശേരി. തലശ്ശേരിയിലെ ഏതെങ്കിലും ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വാങ്ങാൻ കൊടുക്കൂ. നിങ്ങളുടെ അറിവ് നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർക്ക് വായിച്ച് അറിവുകൾ നേടാനുള്ള പുതിയൊരു വഴിത്തിരിവാകട്ടെ, പുതിയൊരു ഇന്ധനമാകട്ടെ. കൊടുക്കും സാർ. ശരി സാർ, എൻ്റെ ഫാമിലി. പിന്നെന്താ? Simnesh, please come to the stage. അടുത്തതായി നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിനുള്ള